നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിൽ തിരുവചനത്തിലൂടെ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ തിരുവചനം: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ? ഒരിക്കൽ കൂടെ ആ ദിവ്യവചനം വായിക്കുന്നു. എബ്രായർ 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് അല്ലയോ? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ കടന്നു വരുന്ന ദിവ്യമായ 7 വിധമായിരിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ സമയം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ജീവനുള്ള സത്യദൈവത്തെ വിശുദ്ധ ബൈബിളിലൂടെ മാനവകുലത്തിന് പരിചയപ്പെടുത്തിയ, വാക്കുകൊണ്ട് സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും നിത്യനും നീതിമാനും ആയ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമായ ഇസ്രായേൽ എന്ന ജനത്തിലൂടെ ഈ ലോകത്തിൽ വെളിപ്പെട്ടു വന്ന ആ മഹോന്നതനായ ദൈവം ഇന്ന് മാനവകുലത്തോട് കൂടെയായിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുവന്റെ മേൽ ഇറങ്ങി വരുന്ന അത്ഭുതങ്ങൾ അഥവാ ദിവ്യമായ വിടുതലുകൾ, നന്മകൾ, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഇന്ന് ഈ സമയം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം വല്ലാത്ത, ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലും ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ, നിങ്ങൾ ഈ വചനം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവം ചില അത്ഭുതകരമായ വിടുതലുകൾ അയക്കും. തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. ബൈബിള് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഇവിടെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കാണ് ദൈവം പ്രതിഫലം കൊടുക്കും. നമ്മുടെ ദൈവം പ്രതിഫലങ്ങളെ നൽകുന്ന ദൈവം. സമയത്തിൻ്റെ പരിമിതി മുഖാന്തരം ഈ വചനത്തിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇത് അവസാനിക്കുന്നതുവരെയും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ. എന്താണ് അന്വേഷണം? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ കാണുന്ന, ഒരുപാട് സ്ഥലത്ത് കാണുന്ന ഒരു പദമാണ്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കണം, അന്വേഷിക്കണം, അന്വേഷിക്കണം എന്ന് പറയും. എന്താണ് അന്വേഷിക്കണം? ഉദാഹരണം ഞാൻ തെളിയിച്ചു തരാം. പ്രിയരെ, വില മതിക്കാനാവാത്ത ഒരു സാധനം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. വളരെ വിലപിടിപ്പേറിയ ഒരു നന്മ, ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു, നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധയിലൂടെ ആ നന്മ അല്ലെങ്കിൽ ആ വിലയേറിയ വസ്തു, അത് സ്വർണമോ വെള്ളിയോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതിനേക്കാൾ ഉപരി ഒരു വിലയേറിയ ഒരു മൊബൈൽ ഫോൺ ആകട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയി. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ വളരെ ജാഗ്രതയോടെ, ഏകാഗ്രതയോടെ, അതീവ ശ്രദ്ധയോടെ, ഒരുപക്ഷെ ഉറക്കം മുഷിഞ്ഞു സ്വസ്ഥതയില്ലാതെ അത് കയ്യിൽ കിട്ടുന്നതുവരെയും അത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ നമ്മൾ കടന്നുപോയി ഒരു തെരച്ചിൽ നടത്താറുണ്ട്. വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയ ഈ വസ്തു ലഭിക്കുന്നത് വരെ നമുക്ക് സ്വസ്ഥതയില്ലാതെ തെരയുന്ന തെരച്ചിലാണ് വാസ്തവത്തിൽ അന്വേഷണമെന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം. മനസ്സിലായോ? വിലപ്പെട്ട ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള തെരച്ചിലാണ് അന്വേഷണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിലപ്പെട്ട ഈ ലോകത്തിലെ വിലയേറിയ ഒരു വസ്തുവിനെക്കാട്ടും വിലപ്പെട്ട ചിലത് നഷ്ടപ്പെട്ടു. അതെന്താണ്? അത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ സൃഷ്ടാവായ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് അവൻ്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതി. ഈ ഉള്ളിലെ ജീവൻ, ദൈവം ഊതിയ ഈ ശ്വാസം, ഒന്നുകൂടി പറഞ്ഞാൽ ഈ ആത്മാവ്, സർവ്വലോകത്തെക്കാൾ വിലയേറി ആത്മാവ്
ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മാവ് മനുഷ്യന് അവന്റെ പാപനിമിത്തം ദൈവം പറഞ്ഞ വചനത്തെ അനുസരിക്കാത്തത് കൊണ്ട് അവരിലുണ്ടായിരുന്ന വിലയേറിയ നിക്ഷേപം, നിധി, സർവ്വലോകത്തെക്കാളും വിലയേറിയ ജീവൻ, നിത്യജീവൻ, സമൃദ്ധമായ ജീവൻ, ആ പരിശുദ്ധാത്മാവ് അവന് നഷ്ടപ്പെട്ടു പോയി. ഈ വിലയേറിയ ആത്മാവ്, ദൈവത്തിന്റെ ജീവൻ, നിത്യമായ ജീവൻ, സ്വർഗീയ ജീവന് വേണ്ടി വചനവായനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവശബ്ദത്തിലൂടെ, ഉപവാസത്തിലൂടെ, ആരാധനയിലൂടെയൊക്കെ നമ്മൾ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ, അതീവ ജാഗ്രതയോടെ ഉള്ള ഒരു തെരച്ചിൽ ആണ് ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ വിലയേറിയ ഒന്ന് നഷ്ടപ്പെട്ടു, അതിനു വേണ്ടിയുള്ള തിരച്ചിൽ, അന്വേഷണം. അങ്ങനെയാണെങ്കിൽ മാനവകുലം, എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് വിലയേറിയ ലോകപ്രകാരമുള്ള സ്വർണമോ വെള്ളിയോ വൈഡൂര്യമോ മറ്റൊന്നുമല്ല പ്രിയരെ. സർവ്വലോകത്തെക്കാളും വിലയേറിയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിട്ട്, മാനവകുലത്തെ വിട്ട് മാറിപ്പോയി. അതിനു വേണ്ടിയുള്ള ഒരു അന്വേഷണമായിരിക്കണം നമ്മുടെ ജീവിത അന്ത്യം വരെയും അന്വേഷണം. അങ്ങനെ നമ്മൾ അന്വേഷിച്ചാൽ നിത്യമായ തീർച്ചയായും നമ്മൾ കണ്ടെത്തും. ബൈബിൾ പറയുന്ന അന്വേഷിപ്പിനെന്നാൽ കണ്ടെത്തും, കണ്ടെത്തും. കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ഇന്നത്തെ ശാപങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഭാരങ്ങൾ, ക്ലേശങ്ങൾ, കെടുതികൾ, കണ്ണുനീര്, ഭാരം ഇതെല്ലാം മാറി നിത്യമായ സമാധാനത്താൽ പ്രതിഫലങ്ങളെ കൊണ്ട് ദൈവം നിറയ്ക്കും. ആമേ. ഞാൻ പറഞ്ഞു, ദൈവത്തെ അന്വേഷിച്ചാൽ വരുന്ന 7 വിധമായ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ബൈബിളിലുണ്ട്. എങ്കിലും ചിന്തിപ്പിച്ച നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന, ആശ്വാസമാകുന്ന ഒരു 7 വചനങ്ങൾ പറയാം. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കണമേ, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം നിങ്ങൾ 1 മുതൽ ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ചാൽ അവിടെ ഒരു സംഭവം കാണുന്നു. ഒന്നാമത്തെ അനുഗ്രഹം അതെന്താണ്? അവിടെ അമസ്യാവെന്ന് പറയുന്ന ഒരു രാജാവിനെ കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 25-ാം അധ്യായം കൂടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. യഹൂദയിലെ ഒരു രാജാവാണ് അദ്ദേഹം. യഹൂദയിൽ 21 വർഷം യെരൂശലേമിൽ വാണു. എനിക്ക് തോന്നുന്നു ഏകദേശം 7 വർഷം ഈ അമസ്യാവ് യഹൂദയിൽ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ഉസിയാവ് എന്ന് പറയുന്ന തൻ്റെ മകനെ രാജാവാക്കി മാറ്റിയെന്ന് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നു. ഈ 16 വയസ്സുള്ള ഉസിയാവിനെ കുറിച്ച് പറയുന്നു, അവൻ തൻ്റെ അപ്പനായ അമസ്യാവിൻ്റെ കാലത്ത് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. അടുത്ത് പറയുന്നു, ദൈവഭയത്തിൽ ഉപദേശിച്ചു വന്ന സക്കരിയാവിൻ്റെ കാലത്ത് ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചു. അടുത്ത പദം ശ്രദ്ധിക്കണമേ, ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവനെ അഭിവൃദ്ധി വരുത്തി. ഒന്നാമത് നീയും ഞാനും ദൈവത്തെ മനസ്സ് വെച്ച് അന്വേഷിക്കുന്നു എങ്കിൽ പ്രിയരെ, ദൈവവചനപ്രകാരം ദൈവത്തെ അന്വേഷിക്കാനാണ് ഞാനും നീയും ബൈബിൾ തുറക്കുന്നതും ദൈവാലയത്തിൽ പോകുന്ന നമ്മുടെ ആത്മീയ കാര്യങ്ങളെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതാണെങ്കിൽ ഒന്നാമത് വരുന്ന അനുഗ്രഹം എന്താണ്? അവൻ അഭിവൃദ്ധി. 16-ാമത്തെ വയസ്സിൽ ഉസിയാവ് ദൈവത്തെ അന്വേഷിച്ചു, ദൈവം അവന് അഭിവൃദ്ധി വരുത്തി. ആ അധ്യായ പിന്നത്തേൽ നിങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്നു, യെരൂശലേമിൽ ആരും ഇത്ര നീണ്ടകാലം ഭരിച്ചില്ല. ഏകദേശം 52 സംവത്സരം യെരൂശലേമിൽ അവൻ ഭരണം നടത്തുവാനിടയായി. എന്താണ് കാരണം? അവൻ രാജഭരണം ഏറ്റെടുത്തു. ആദ്യമായി ചെയ്തത് ദൈവത്തെ അന്വേഷിക്കുവാൻ അവൻ മനസ്സ് വെച്ചു. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ 16 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്, ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ രാജാവായി മാറുമ്പോൾ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാർ എന്ത് പറഞ്ഞു കാണും? ആ രാജ്യത്തിൻ്റെ ഗതി അധോഗതിയായി, ആ രാജ്യം ഇതോടെ നശിച്ചു പോകും, ആ രാജ്യത്തിന് രക്ഷയില്ല, അയ്യോ അവർക്ക് എന്ത് പറ്റി, ബുദ്ധിയില്ലാത്ത ജാതികൾ എന്നൊക്കെ പറഞ്ഞു കാണാം. ഒരുപക്ഷെ ആ രാജ്യത്തിലെ ജനങ്ങളും ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു കാണാം. എന്നാൽ ഈ ഉസിയാവ് എന്താണ് ചെയ്തത്? 16 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ ആദ്യം ചെയ്തത്
ജീവനുള്ള സത്യദൈവത്തെ അന്വേഷിക്കുവാൻ അവൻ മനസ്സ് വെച്ചു. അതുകൊണ്ട് ആ രാജ്യം അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേ, രാജ്യം നശിച്ചു പോയില്ല, തകർന്നു പോയില്ല, നശിച്ചു പോയില്ല, അഭിവൃദ്ധി പ്രാപിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന രാജാക്കന്മാർ, ഭരണാധികാരികളൊക്കെ എവിടെയുണ്ടോ ആ രാജ്യമൊക്കെ അഭിവൃദ്ധി പ്രാപിക്കും. ആമേ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി, ഒരു പിതാവ്, ഒരു അമ്മ എവിടെയുണ്ടോ ആ കുടുംബങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. ശ്രദ്ധിക്കണമേ, അഭിവൃദ്ധി എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ആരാണ് അഭിവൃദ്ധി ഇഷ്ടപ്പെടാത്തത്? ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും ദുഃഖങ്ങളും മാറി വിശാലതയും സമ്പൽ സമൃദ്ധിയും നിറവും അഭിവൃദ്ധിയും വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളൊരു അഭിവൃദ്ധി ആഗ്രഹിക്കുന്നു എങ്കിൽ ആമേ, അലഞ്ഞ് തിരിഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും ഒന്നും ഓടണ്ട. സമയം വേർതിരിച്ച് വചനം വായിച്ചും ധ്യാനിച്ചും ദൈവാലയത്തിൽ പോയി ഉപവസിച്ചുമൊക്കെ നിന്റെ ലക്ഷ്യം, നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട ആ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള തെരച്ചിലാണെങ്കിൽ ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി, ഇതുവരെ കാണാത്ത ദൈവമഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. ബൈബിൾ പറയുന്നു, യിരെമ്യാവിന്റെ പുസ്തകം 31 മുതൽ വായിച്ചാൽ കാണുന്നു, ഇസ്രായേൽ കന്യകയെ ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തും. ഒന്നാമത്തെ അനുഗ്രഹം, ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ. ഞാനും നിങ്ങളും ദൈവാലയത്തിലൊക്കെ ഒരുപക്ഷെ പോകുമ്പോൾ എന്തിനാണ് പോകുന്നു എന്ന് സ്വയം ശോധന ചെയ്തിട്ട് തന്നെ പോകും. ചിലർ പറയും എവിടെ പോകുന്നു? ആരാധനയ്ക്ക് പോകുന്നു. ചിലർ പറയും എവിടെ പോകുന്നു? പള്ളിയിൽ പോകുന്നു. ചിലർ പറയും എവിടെ പോകുന്നു? കൂട്ടായ്മയ്ക്ക് പോകുന്നു. ആ പദം വെച്ച് നിർത്തിയേച്ച് നീ പറയണം, ഞാൻ പോകുന്നത് എൻ്റെ ദൈവത്തെ അന്വേഷിക്കുവാൻ കടന്നു പോകുന്നു. ദൈവദാസന്റെ പ്രബോധനത്തിലൂടെ, പ്രസംഗത്തിലൂടെ, മറ്റുള്ളവരുടെ സാക്ഷ്യത്തിലൂടെ, പാട്ടിലൂടെ നിന്റെ ഏക ലക്ഷ്യം ദൈവം എന്നിലേക്ക് മടങ്ങി വരണം. ദൈവ സാന്നിധ്യത്തിന്റെ കുറവ് സംഭവിച്ചെങ്കിൽ മടങ്ങി വരണം. അതാണ് നിന്റെ ഉള്ളിലെ ത്വര, നിന്റെ ഉള്ളിലെ ആഗ്രഹം, നിന്റെ ഉള്ളിലെ അഭിവാഞ്ച. അതാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തി, നഷ്ടപ്പെട്ട നന്മകളും അനുഗ്രഹങ്ങളും നിന്റെ മേൽ മടങ്ങി വന്ന ആളമാറിയ വ്യക്തിയെ പോലെയായി ആമേൻ, നിനക്കൊരു സമൃദ്ധി, നിനക്കൊരു അഭിവൃദ്ധി വരുത്തുവാൻ ദൈവം, സർവശക്തനായ ദൈവം. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിച്ചാൽ വരുന്ന രണ്ടാമത്തെ വചനം, ഇയ്യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 5, 6, 7 തിരുവചനം. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മല നേരുള്ളവനുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്വമായി തോന്നും. പ്രിയരെ, ഈ ദൈവവചനം നിങ്ങൾ കാണാതെ പഠിക്കണം. വിശുദ്ധ ബൈബിളിലെ മറ്റൊരു വചനങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഈ ദൈവത്തിന്റെ വചനം കാണാതെ പഠിക്കണം. ഇയ്യോബ് 8-ാം അധ്യായം 5, 6, 7 ഒന്നുകൂടെ, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കണം, സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്ത് നീ നിർമ്മല നേരുള്ളവനുമെങ്കിൽ അവൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനമാക്കും. നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, അന്ത്യസ്ഥിതി അതിമഹത്വമായി തീരും. നോക്കണമേ, 4 വിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അമ്മ രണ്ടാമത്തെ ആലോചനയിൽ നിന്നും ഒരുമിച്ച് പറയുന്നു. നീ ശ്രദ്ധയോടെ, എല്ലാം തകർന്ന് തരിപ്പണമായി. ഇതിനു മുമ്പ് പല എപ്പിസോഡുകളിലും യോബിനെ കുറിച്ചൊക്കെ അല്പമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമായി, മരണം കാത്തു കാത്ത് ശവക്കുഴി വെട്ടി എൻ്റെ കഥ തീർന്നുപോയി, ഇനി എൻ്റെ കണ്ണുകൊണ്ട് നന്മ കാണില്ല എന്ന് പറഞ്ഞ ഇയ്യോബിനോട് ദൈവം പറയുന്നു, നീ ദൈവത്തെ ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ, ജാഗ്രതയോടെ, നിന്റെ ഊണിലും ഉറക്കത്തിലും ഓരോ ചലനത്തിലും യാത്രകളിലെല്ലാം ദൈവത്തെ നീ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ, ഒന്നുകൂടി പറയാം, കയ്യിലൊരു സുവിശേഷ പ്രതി കിട്ടിയാൽ പോലും അതിനെ നീ ശ്രദ്ധിച്ചു വായിച്ച്, ഒരു പാട്ട്, ക്രിസ്ത്യൻ പാട്ട് കേൾക്കുന്നു, യൂട്യൂബിലൂടെ അപ്രതീക്ഷിതമായി ഒരു വചനം കേൾക്കുന്നു, അതുപോലും നീ ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിച്ചാൽ, ഇതാണ് യോബിനോട് പറയുന്നത്. ആമേ, നീ ദൈവത്തെ ശ്രദ്ധയോടെ നീ അന്വേഷിച്ചാൽ, ആമേ, യോബ് യൂട്യൂബ് നോക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ആ കാലത്ത് ഇങ്ങനെയൊന്നുമില്ലല്ലോ. ഉദാഹരണമായി ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. നീ ദൈവത്തെ ശ്രദ്ധയോടെ നീ അന്വേഷിച്ചാൽ, ബൈബിൾ പറയുന്നു, അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും.
നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ ദൈവം നീ യഥാസ്ഥാനപ്പെടുത്താൻ പോകണ്ട. നീ ആരെയും പറഞ്ഞ് നന്നാക്കാനും ക്രമീകരിക്കാനും പോകണ്ട. അത് മുഖാന്തരം വഴക്കും ശണ്ടയും വല്ലാത്ത പ്രതികൂലമേ കടന്നു വരികയുള്ളൂ. പക്ഷേ നീ ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ കുടുംബത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. മദ്യപിക്കുന്ന നിന്റെ ഭർത്താവ്, അനുസരണമില്ലാത്ത നിന്റെ മക്കൾ, താമെ തകർന്നു കിടക്കുന്ന നിന്റെ കുടുംബത്തെ നീ പോലും അറിയാതെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. മാത്രമല്ല, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അല്പമായി തോന്നും. ഒന്നുമില്ല, കഷ്ടം, ദുഃഖം, ഞെരുക്കം, ദാരിദ്ര്യം, ബൈബിൾ പറയുന്ന അല്പമായി തോന്നും. ദൈവത്തെ നീ മനസ്സ് വെച്ച് അന്വേഷിക്കുന്നു എങ്കിൽ നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നിയാലും അന്ത്യസ്ഥിതി, അവസാന സ്ഥിതി, ഒരു മാസത്തിന്റെ ആരംഭം അല്പമായി തോന്നും, മാസത്തിന്റെ അവസാനം അതിമഹത്വമായിരിക്കും. വർഷത്തിന്റെ ആരംഭം അല്പമായി തോന്നും, അവസാനം അതിമഹത്വമായിരിക്കും. ജീവിതത്തിൽ കർത്താവിനെ കണ്ടുമുട്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അല്പമായി തോന്നും. ആത്മാവിൽ പറയാം, അതിന്റെ അവസാനം അതിമഹത്വമാക്കുന്ന ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എവിടെ നോക്കിയാലും ഇറങ്ങിത്തിരിക്കുമ്പോൾ കഷ്ടം, അവസാന ദൈവമഹത്വം. ഇസ്രായേലിന്റെ അവസ്ഥയായി ഇസ്രായേൽ ജനത്തെ നോക്കൂ. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഏത് മേഖലകളിലും തുടക്കം മോശം, ഒടുക്കം അതിഭയങ്കരമായിരിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ ജീവിതം അതിബലമേറിയതായിരിക്കും. അതുകൊണ്ട് രണ്ടാമത് പറയുന്നു, ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ സ്ഥിതി മാറും, ദൈവം നിന്റെ മുമ്പിൽ ഉണർന്നു വരും. മൂന്നാമത്തെ അനുഗ്രഹം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 8:22 പറയുന്നു. യെശയ്യായുടെ പുസ്തകം 8:22, മൂന്നാമത്തെ പ്രതിഫലം, നന്മ, അനുഗ്രഹങ്ങൾ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്നവർ അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കും. ഒന്നുകൂടെ ആ വാക്യം ഞാൻ പറയുന്നു. നമ്മുടെ ദൈവത്തിന്റെ കൈ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായും തന്നെ ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമായും ഇരിക്കുന്നു. എന്തോരം അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പൗലോസിലൂടെ ഇങ്ങനെ പറയുവാനിടയായി, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് സ്തോത്രം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമായിരിക്കും. ഉപേക്ഷിക്കുന്നു എങ്കിൽ പ്രതികൂലമായിരിക്കും. ഇന്നും പകൽക്കാലം നിന്റെ ജീവിതം ഒരുപക്ഷെ ദൈവം അനുകൂലമല്ലാത്തതുപോലെ വല്ലാത്ത പ്രതിസന്ധികൾ, വേദനകൾ, വെല്ലുവിളികൾ, പൈശാചിക ശക്തിയുടെ വല്ലാത്ത തേർവാഴ്ചകൾ, ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയില്ല, ചുറ്റുപാട് എന്ന് വല്ലാത്ത പ്രതിസന്ധികൾ, എവിടെ തിരിഞ്ഞാലും പോരാട്ടങ്ങൾ, വഴികളെല്ലാം അടയുന്നു, ഉറവകളെല്ലാം അടഞ്ഞു പോകുന്നു, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയില്ല, മരിക്കണമെന്നൊരു ചിന്ത മാത്രം, എന്തോ വല്ലാത്ത പ്രതികൂലമാണ് എന്ന വചനം പറയുന്നു. ദൈവത്തെ അന്വേഷിച്ചാൽ നിന്റെ ജീവിതത്തിലെ പ്രതികൂലമെല്ലാം ദൈവം അനുകൂലമാക്കി മാറ്റും. പ്രിയരെ, സമയങ്ങൾ വേർതിരിച്ച് ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ച് നോക്ക്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന എത്ര വെല്ലുവിളിയായിരുന്നാലും, എത്ര വലിയ ശക്തിയായിരുന്നാലും അത് നീ പോലും അറിയാതെ തകർന്നു പോകും. അതിനോട് ചേർന്ന് പറയുന്നു, ദൈവത്തെ ഉപേക്ഷിച്ച ദൈവം നിന്നെയും ഉപേക്ഷിക്കും. അതെ, ഈ ലോകം ഉപേക്ഷിക്കുന്ന ലോകമാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. വേറെടുത്ത് പറയുന്നു, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കല്ലേ. അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിൾ ദൈവത്തെ അന്വേഷിക്കുന്നവനെ കുറിച്ച് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല, ഉപേക്ഷിക്കില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മൂന്നാമത് ദൈവത്തെ അന്വേഷിച്ചാൽ അവന്റെ മേൽ ഇറങ്ങി വരുന്ന ദിവ്യമായ പ്രതിഫലം, വിടുതലുകൾ, നന്മ എന്ന് പറഞ്ഞാൽ അവന്റെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെല്ലാം അവൻ പോലും അറിയാതെ മാറിപ്പോകും. വിശുദ്ധ ബൈബിൾ അങ്ങനെയാണല്ലോ. ഭക്തന്മാരുടെ ജീവിതത്തിൽ മരുഭൂമിയിലോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ, അവർ ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വയ്ക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകും. ഇന്നും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാം, ഒരു പ്രതികൂലം കടന്നു വന്നാൽ സമയങ്ങൾ വേർതിരിച്ച് മുഴങ്കാലും അടക്കി ദൈവവചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ ധ്യാനത്തോടെ ഇരുന്ന് വായിക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം. ദൈവം എന്നെ വിട്ടുപോയോ, ദൈവ സാന്നിധ്യം എന്നെ വിട്ടുപോയോ എന്നൊരു അന്വേഷണം നടത്തുമ്പോൾ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അഞ്ചാമത്തെ അനുഗ്രഹം 69 സങ്കീർത്തനം 32, സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ജീവിച്ചിരിക്കട്ടെ. 69:32, സൗമ്യതയുള്ളവർ അത് കണ്ട് സന്തോഷിക്കും. അടുത്ത് പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ ഹൃദയം ജീവിച്ചിരിക്കട്ടെ. ജീവൻ മരിച്ച
മരിച്ച ഒരനുഭവം, ആത്മീയമായി ജീർണിച്ച, ചൈതന്യമില്ലാത്ത, ആത്മമരണം സംഭവിച്ച, നിത്യജീവൻ നഷ്ടപ്പെട്ടതുപോലെ, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടതുപോലെ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതുപോലത്തെ ഒരു അനുഭവം ജീവിതത്തിൽ കടന്നു വരുന്നു എങ്കിൽ ആത്മാവിൽ പറയട്ടെ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നിന്റെ ഹൃദയം ജീവിക്കും. ഹൃദയം ജീവിക്കും. ഹൃദയം ജീവനില്ലാത്ത അവസ്ഥയാണ് ആത്മീയ മരണമെന്ന് പറയുന്നത്. ഹൃദയത്തിൽ ജീവനില്ല. ഇന്ന് പകൽക്കാല ലോകത്തിൽ നോക്കിയാൽ ഒരുപാട് പേർ ചുറ്റുപാടുമുണ്ട്. ലോകപ്രകാരം ധനം, മാനം, സമ്പാദ്യം എല്ലാമുണ്ട്, പേരും പ്രശസ്തി എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ട അനുഭവത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാല ഈ ശബ്ദം കേൾക്കുമ്പോൾ നിന്നോട് പറയാം, നിന്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ചാൽ നീ വീണ്ടും ജീവൻ പ്രാപിക്കും. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒരു കാലത്ത് ജീവനുണ്ടായിരുന്നു, സമൃദ്ധമായ ജീവൻ, കവിഞ്ഞൊഴുകുന്ന ജീവനുണ്ടായിരുന്നു. ആത്മീയമായി പള്ളിയിലും ദൈവാലയത്തിൽ ആരാധിക്കാനൊക്കെ നീ കടന്നു പോകുമ്പോൾ എന്തോ ഒരു ഒഴുക്കായിരുന്നു, എന്തോ ഒരു കൃപയായിരുന്നു. ദൈവകൃപ, ജീവൻ, ചൈതന്യം നഷ്ടപ്പെട്ട് അല്ലാത്ത ചണ്ടി പോലെ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, ഉപവസിക്കാൻ ഒന്നും കഴിയാതെ ആത്മബലം നഷ്ടപ്പെട്ട് വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ബൈബിൾ തുറന്ന് ദൈവത്തെ നീ അന്വേഷിക്കണം. പള്ളിയിൽ പോയി ദൈവത്തെ അന്വേഷിക്കണം. ഉള്ളിലെ ചിന്ത, എനിക്ക് എവിടെ പോയാൽ ദൈവത്തിന്റെ ജീവൻ കിട്ടും, അതിനുവേണ്ടി നീ ഓടുമ്പോൾ, നീ ആഗ്രഹിക്കുമ്പോൾ, ദൈവമായുള്ള ബന്ധത്തിൽ തുടരുമ്പോൾ നിനക്കൊരു ജീവൻ വ്യാപരിക്കും. എനിക്ക് തോന്നുന്നു ബൈബിളിലെ 100 പ്രതിഫലങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഇത് ഏറ്റവും വലിയ പ്രതിഫലം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നന്മ, നമുക്ക് ജീവൻ, നമ്മുടെ ഹൃദയം ജീവിക്കുന്നതാണ്. ഈ ദിവസങ്ങൾ ജീവൻ പ്രാപിച്ച ദൈവത്തിന് വേണ്ടി ഓടുവാൻ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. 5ാമത് കടന്നു വരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. 22:6 യഹോവയെ അന്വേഷിക്കുന്നവൻ നിന്നെ സ്തുതിക്കും, നിന്റെ ഹൃദയം എന്നേക്കും സുഖമായിരിക്കട്ടെ. സങ്കീർത്തനം 22:6 യഹോവയെ അന്വേഷിക്കുന്നവൻ നിന്നെ സ്തുതിക്കും, നിന്റെ ഹൃദയം എന്നേക്കും സുഖമായിരിക്കട്ടെ. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നു സ്തുതിക്കുക, അതും ദൈവത്തെ അന്വേഷിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സുഖത്തോടെ ജീവിതം, ശുഭത്തോടെ നിന്റെ ഹൃദയം ശുഭത്തോടെ ഈ ലോകത്തിൽ ഇരിക്കണമെങ്കിൽ ദൈവത്തെ അന്വേഷിക്കണം. ഇന്ന് പലർക്കും ശാരീരികമായ നല്ല സുഖമുണ്ട്, ബലമുണ്ട്, ആരോഗ്യമുണ്ടെങ്കിലും ഹൃദയത്തിന് അകത്തൊരു സുഖമില്ല, ഒരു സന്തോഷമില്ല, ഒരു ആനന്ദമില്ല, ഒരു ദൈവകൃപയില്ല. എല്ലാം ഉണ്ടെങ്കിലും ഹൃദയത്തിനൊരു സുഖമില്ല. അതുകൊണ്ടാണ് ഗായോസിനോട് പറഞ്ഞത്, പ്രിയ ഗായോസേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ അന്വേഷിച്ചാൽ നിനക്ക് നല്ല സുഖം കിട്ടും. നിന്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിലും നല്ല സുഖം. എന്നും രോഗം, എന്നും ദുഃഖം, എന്നും ദാരിദ്ര്യം, എന്നും ഹോസ്പിറ്റൽ, എന്നും ഡോക്ടർമാര്. ചില ആൾക്കാർക്ക് ബൈബിളിലെ 12 അപ്പോസ്തലന്മാരുടെ പേരറിയില്ല, എന്നാൽ ഡോക്ടർമാരുടെ പേരുകളെല്ലാം അറിയാം. കാണിക്കയിടാൻ അവർക്ക് പൈസ ഇല്ല. ചിലരെ കുറിച്ചാണ്, എന്നാൽ ഡോക്ടർമാർക്ക് കൊടുക്കാൻ ഒരുപാട് പൈസകളുണ്ട്. പള്ളി പോകാൻ സമയമില്ല, ആശുപത്രി പോകാൻ സമയമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹോസ്പിറ്റൽ വേണം, ഡോക്ടർ വേണം, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു കാര്യപരിപാടിയാണ്. എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവമായി നല്ല ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തും. ബൈബിൾ പറയുന്നു, നിന്റെ നടുവിൽ രോഗികളെ ഞാൻ മാറ്റിക്കളയും. ബൈബിൾ പറയുന്നു, നിന്റെ അകൃത്യമായി മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി അവൻ രക്തം ചിന്തി മരിച്ചത്. ബൈബിൾ പറയുന്നു, ഒരിക്കൽ ഒരു TPM വിശ്വാസി, എൻ്റെ സുഹൃത്ത് എന്നെ കണ്ടിട്ട് പറയുന്നു, പ്രിയ ദൈവദാസനെ, ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്ന കാൽവരി ക്രൂശിലൂടെ ഒഴുകിയ പുണ്യാക രക്തമാണ്. അതിനേക്കാളും വലിയൊരു ഔഷധം ലോകത്തിലില്ല. ആ ചെറുപ്പക്കാരൻ്റെ വിശ്വാസം എത്രയോ വലുതാണ്. തകർന്ന് തരിപ്പണമായി എല്ലും തോലുമായവൻ, അവൻ TPM എന്ന് പറയുന്ന സിലോൺ പെന്തക്കോസ്ത് സഭയിൽ ചെന്നു. വിശുദ്ധന്മാർ അവനെ കണ്ടു, സുവിശേഷം പറഞ്ഞു. അവൻ അംഗീകരിച്ചു. അവനെ ഒരു മകനെ പോലെ ആ സഭയിൽ സുവിശേഷം പറഞ്ഞു. അവനെ ബലവാന് വീരനുമാക്കി. അവനെ ഞാൻ കൂടെ കാണാറുണ്ട്, എൻ്റെ സുഹൃത്താണ്. അവൻ എത്ര ബലവാന് ശക്തനുമായി. അവൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഇല്ലാത്ത രോഗങ്ങൾ വല്ലതുമുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നീ എത്ര രോഗത്തിലൂടെ പോയാലും ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ചാൽ
വായിച്ചാൽ നിന്റെ രോഗം പമ്പ കിടക്കും, നിന്നെ വിട്ട് ഓടിപ്പോകും. ആരോഗ്യം ബലവും ഉണ്ടായി. ബൈബിൾ പറയും ദീർഘായുസ് കൊണ്ട് നിന്നെ തൃപ്തി വരുത്തി. നിന്റെ മക്കളുടെ മക്കളെയും നീ കണ്ട് തൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ഇരിക്കും. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകുമെന്ന ദൈവവചന പ്രകാരം ജീവിച്ച് ആമേ വാർദ്ധക്യത്തിലും ഫലവും കാഴ്ച പച്ചവിജ പിടിച്ചും പുഷ്ടി പ്രാപിച്ചും ഇരു ദൈവ വേല ചെയ്ത് സുവിശേഷം പറഞ്ഞ് ആയിരക്കണക്കിന് ആത്മാക്കളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകട്ടെ. ഏഴാമത്തെ വചനം എന്താണ്? നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. 34 സങ്കീർത്തനം 10. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ല. ദൈവം നോക്കണമേ, നന്മകളില്ല, അനുഗ്രഹങ്ങളില്ല, എല്ലാം ബ്ലോക്കായി, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദുഷ്ടന്മാരുടെ വീട്ടിലെ വരുമാനം ആമേ നിന്നുപോകുന്നു പറയുന്നു. എല്ലാ വഴികളും അടഞ്ഞു വേദനയിലൂടെ കടന്നു പോകുന്നു. ചിലർ പറയും, പാസ്റ്ററെ ഒരു നന്മയും കാണാനില്ല, പള്ളിയിലൊക്കെ പോകുന്നു, ഓക്കെ, വേണ്ട വിധത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയും വിടുതലും ഒന്നുമില്ല. എനിക്ക് നിന്നോട് പറയുവാനില്ല, ആമേ നിന്റെ കുഴപ്പമാണ്, ആരുടെയും കുഴപ്പമല്ല. ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം. പക്ഷേ ആരാധന വേറെ, പ്രാർത്ഥന വേറെ, അന്വേഷണം വേറെ. നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആത്മാവിൽ പറയാം, ബാലസിംഹങ്ങളും ആമേ ഇര കിട്ടാതെ വിശന്നിരിക്കും. അതൊരിക്കലും വിശന്നിരിക്കാൻ പറ്റില്ല. കാരണം ആമേ അത്ര ബലമുള്ള, ശൗര്യമുള്ള, ശക്തിയുള്ള പലരും നന്മയും അനുഗ്രഹവും ഇല്ലാതെ തളർന്ന് വാടി കുഴഞ്ഞു പോകുമ്പോൾ ആത്മാവ് പറയുന്നു, നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ പക്കലുള്ള സകല അനുഗ്രഹങ്ങൾ നിന്റെ മേൽ ഒഴുകി വരും. ഏറ്റവും വലിയ അനുഗ്രഹം നന്മ എന്താണ്? പരിശുദ്ധാത്മാവാണ്. ഉയരത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുന്ന, പ്രതിഫലമായിരിക്കുന്ന നന്മ. ബൈബിൾ പറയും, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും, നിന്റെ സംവത്സരം നന്മ കൊണ്ട് അലങ്കരിക്കും. ബൈബിൾ പറയുന്നു, അനുഗ്രഹം, നന്മ നിന്റെ മേൽ ഇങ്ങനെ ഒഴുകി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, ദൈവത്തെ അന്വേഷിക്കുന്നവർക്കോ പ്രതിഫലമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചവരെല്ലാം ദൈവത്തെ അന്വേഷിച്ചവരാണ്. ബൈബിൾ വായിച്ചാൽ ദാവീദിനെ കുറിച്ച് പറയുന്നു, ദാവീദ് ഇടപെടാതെ ദൈവത്തെ അന്വേഷിച്ചു. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ അന്വേഷിക്കും. അതുപോലെ ഭക്തന്മാർ അന്വേഷിച്ചു. ആമേ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, വരുവാനുള്ളത് അന്വേഷിക്കണം. ബൈബിൾ പറയുന്നു, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം, ജാഗ്രതയോടെ അന്വേഷിക്കണം, ശ്രദ്ധയോടെ അന്വേഷിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തെ കണ്ടെത്തും. യേശു കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ്, യാചിപ്പീൻ കെട്ടും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. അവസാനം ഒന്നുകൂടി പറഞ്ഞു നിർത്തട്ടെ, തീർച്ചയായും അന്വേഷിച്ചാൽ കണ്ടെത്തും. എന്ത്? ഏതേൻ തോട്ടത്തിൽ ആദി മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട ആ ദൈവം, ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നീ തീർച്ചയായും നീ കണ്ടെത്തും. ആകയാൽ ആമേ ദൈവത്തെ അന്വേഷിച്ച് ക്രിസ്തുവിനെ കണ്ടെത്തി, പരിശുദ്ധാത്മാവിനെ കണ്ടെത്തി, ആ ദൈവത്തിന്റെ മഹത്വം കണ്ടെത്തി ഈ ഭൂമിയിൽ യാത്ര ചെയ്യുവാൻ ആമേ ഈ വചനപ്രകാരം നീ നിന്നെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, ദൈവദാസൻ പറഞ്ഞത് ശരിയാണ്. ആമേ പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുക അല്ല ആമേ ഞാൻ ചെയ്തത്. ഇന്ന് മുതൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ പോകുന്നു. എൻ്റെ പാട്ടും പ്രാർത്ഥനകളും ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതായിരിക്കണം. ഞാൻ ദൈവാലയത്തിൽ പോകുന്നത്, ആമേ ദൈവവചനം കേൾക്കുന്നത്, ആരാധിക്കുന്നതൊക്കെ ദൈവത്തെ അന്വേഷിക്കുന്നതായി മാറട്ടെ. അതാണ് കർത്താവ് പറഞ്ഞത്. ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്, ആമേ പള്ളി പോകുന്നവർ ഉണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്, പ്രാർത്ഥിക്കുന്നവർ ഉണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്, ആരാധിക്കുന്നവർ ഉണ്ടോ എന്നല്ല ദൈവം നോക്കുന്നത്. പിന്നെ ദൈവം നോക്കുന്നത്, അന്വേഷിക്കുന്നവനുണ്ടോ, എന്നെ അന്വേഷിക്കുന്നവനുണ്ടോ, അവനെ അനുഗ്രഹിക്കുന്ന ദൈവം ഇബ്രായ ലേഖനത്തിലൂടെ പറയുന്നു, തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. ആകയാൽ ഈ സെക്കൻഡ് മുതൽ ദൈവത്തെ അന്വേഷിക്കുന്ന നല്ല മനസ്സ് നിനക്കുണ്ടാകട്ടെ. സമയങ്ങൾ നഷ്ടമാക്കി കളയാതെ ഏകാഗ്രതയോടെ, ജാഗ്രതയോടെ ആ പരിശുദ്ധാത്മാവായ ദൈവം, ഇന്ന് നമ്മോടുകൂടെ വാഴുന്ന നിത്യനായ ദൈവം, നഷ്ടപ്പെട്ടുപോയ നിത്യജീവന് വേണ്ടി നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. സ്വർഗത്തിലെ ദൈവം ആമേ നമ്മുടെ മേൽ ദൈവകൃപ പകരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഒരുപക്ഷെ ഇവരൊക്കെ ഏതെങ്കിലും വേദനയിലും ദുഃഖത്തിലും ഭാരത്തിലും കണ്ണുനീരിലൂടെ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത വേദനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ വചനം കേട്ട് അതിന് പ്രകാര ചുവടുകൾ വയ്ക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ വ്യാപരിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെടരുത്
ആത്മാവല്ലേ, സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവ് ഉള്ളവരാണ്. ആത്മാവ് നഷ്ടപ്പെട്ട് നിത്യനരകത്തിൽ പോകാതിരിക്കുവാൻ കിട്ടുന്ന അവസരങ്ങൾ, ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ച് ജീവനുള്ള ശക്തി, ജീവനുള്ള ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിത്യതയിൽ കാണുവാൻ ദൈവം സഹായിക്കണമേ. പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. കുറവുകളെല്ലാം ക്ഷമിക്കും, മഹത്വം എടുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഈ ദൂത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ അയച്ചു കൊടുക്കുക. പ്രാർത്ഥനകൾ ആവശ്യമാണെങ്കിൽ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. ദൈവം നമ്മെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.